ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ മേക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടോ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത് എനിക്ക് മേക്കിംഗ് വീഡിയോസ് എടുക്കാനുള്ളൊരു ടൈമും ഇല്ല, ആ ഒരു മെൻ്റൽ ആ ഒരു മൂഡിലല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു സ്റ്റേജിലെത്തി ഫ്രഷായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് മാത്രം നമുക്ക് മേക്കിംഗ് ചെയ്താൽ കുറച്ചൊരു ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനൊന്നും ചെയ്യാത്തത്. അപ്പോൾ വർക്ക് ലോഡും വരുന്നുണ്ട്. ഓരോരുത്തരൊക്കെ പുതിയ ഓരോ കസ്റ്റമേഴ്സൊക്കെ പുതിയ ഡിസൈൻസൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത് എവിടെ നിന്നാണ് പഠിച്ചതെന്നുള്ളത്. സത്യത്തിൽ ഞാൻ ഇതൊരു കോഴ്സായിട്ടൊന്നും പഠിച്ച ഒരാളൊന്നും അല്ല. പണ്ടാണെങ്കിൽ ഇതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പൊട്ടിപ്പോയ മാലകളൊക്കെ ഇങ്ങനെ കോർക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ കോവിഡൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകാനൊരു മിനിമം ഒരു ക്വാളിഫിക്കേഷനെങ്കിലും വേണ്ടേ. അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തം കഴിവിട്ടങ്ങ് ഇറങ്ങിയതാണ്. കഴിവ് വെച്ചങ്ങ് ഇറങ്ങിയതാണ്. എന്തും വരട്ടെ, എന്തും സംഭവിക്കട്ടെ എന്നുള്ള രീതിയിലങ്ങ് ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം പിന്നെന്താണ്, ഇപ്പം ഒരു തവണ ഞാൻ ഫാർമസിയുടെ അസിസ്റ്റൻ്റായിട്ട് ഇതുപോലെ വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ അവിടെയും നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ബിക്കോസ് അവർക്കും എഫിഷ്യൻ്റായിട്ടുള്ള എന്നെപ്പോലുള്ളവരൊന്നും അല്ല അവർക്ക് വേണ്ടത്. കാരണം ഭയങ്കര സ്പീഡായിട്ട് ചെയ്യുന്ന എന്നെപ്പോലുള്ളവരൊന്നും അല്ല അവർക്ക് വേണ്ട. അവർക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാരെയാണ്, ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അവർ പുറത്താക്കുന്നതിന് മുന്നേ ഞാൻ പിന്നെ അങ്ങ് മാറി, സൂത്രത്തിലങ്ങ് മാറി. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഒരുപാടെടുത്ത് ഞാനും ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാടെടുത്ത്, ഒന്നാമത് നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, വേറൊരു കാര്യം. അപ്പം അതൊക്കെ വേറൊരു സ്റ്റോറി ആട്ടോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്കൊരു കഴിവുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു കഴിവ് വെച്ചങ്ങ് ഇറങ്ങിയതാണ്. കുറേയിടത്ത് ഞാൻ ഓരോ ഡിഗ്രി കഴിഞ്ഞ് കുറേയിടത്ത് ഞാനങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഒന്നെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പൈസ ചോദിക്കുന്നുണ്ട്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിരിക്കും. ബിക്കോസ് നമ്മളൊരു എന്താണ്, ഓരോ ജോബ് സെൻറ്ററിലും പോകുമ്പോൾ ഒന്നെങ്കിൽ ആരുടെയെങ്കിലും വലിയ ആൾക്കാരുടെ റെക്കമെൻഡേഷൻ വേണം. എന്നെപ്പോലുള്ളവർ, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എന്നെപ്പോലുള്ളവരെ ഒന്നും റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല. പിന്നെ അതുപോലെ തന്നെ ചിലരൊക്കെ ആണെങ്കിൽ ഇത്ര പൈസ കെട്ടിവെച്ചെങ്കിലേ ജോലിക്ക് എടുക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ വന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആ പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള, ഒന്നെങ്കിലും 3 നേരം ഫുഡ് കഴിക്കാനെങ്കിലും കിട്ടുമല്ലോ. ഞാൻ അതൊക്കെ മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ കേട്ടോ. മീൻസ് ഫുഡ് കഴിക്കണം, സമാധാനത്തോടെ ഉറങ്ങണം. അതുപോലെ തന്നെ പിന്നെന്താ അത്യാവശ്യം ഡ്രസ്സ് വാങ്ങിക്കണം. എനിക്ക് അത്രയ്ക്കുള്ള കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വലിയ ഒത്തിരി പൈസ ഉണ്ടാക്കണം, ബിസിനസ് നടത്തി ഒത്തിരി പൈസ ഉണ്ടാക്കണം, അങ്ങനെ നമുക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കുഞ്ഞു ആഗ്രഹങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വലിയ ആഗ്രഹങ്ങളായിട്ട് തോന്നും. പക്ഷേ എൻ്റെ കുഞ്ഞു ആഗ്രഹങ്ങളാണ്. മീൻസ് നമ്മളെ അടിച്ചു താത്തിയിട്ട ആ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് ഇത്ര വരെയൊക്കെ എത്താൻ പറ്റുക എന്ന് പറഞ്ഞേക്കുന്ന വലിയൊരു ടാസ്ക് തന്നെയാണ്. അതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ സ്റ്റോറി ആയിട്ടത് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ ഡിസൈൻസാണ്. കസ്റ്റമർ പറഞ്ഞ രീതിക്ക് ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ട്. അവരുടെ ഐഡിയ നമ്മൾ ഷെയർ ചെയ്യും. ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റും, ഇന്ന രീതിയിൽ ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മളാണെങ്കിൽ ആദ്യമേ ഇത് ഓരോ കസ്റ്റമറിൻ്റെ ഡിസൈൻസ് ആട്ടോ. ഇതെല്ലാം ഓരോ കസ്റ്റമൈസ്ഡ് ഡിസൈൻസാണ് ഇതെല്ലാം. ഇപ്പം ചിലപ്പോൾ എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അവരാണെങ്കിൽ ഇന്ന ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. ലാസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ നമ്മളിത് കൊടുക്കാറുള്ളൂ. അല്ലാതെ വെറുതെ കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഡിസൈൻ വന്നു കേട്ടോ, ബ്രാസിൻ്റെ ബീഡ്സ് വെച്ചിട്ടുള്ളത്. അപ്പം ഈ ബീഡ്സ് ഒന്നും ഇവിടെ കിട്ടത്തൊന്നുമില്ല. ഇതൊക്കെ അങ്ങ് മുംബൈ, അഹമ്മദാബാദ് ആ ഏരിയയിൽ കിട്ടുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ. വെബ്സൈറ്റിലൊക്കെ നോക്കി അത്രയും പൈസ. ഈ ഒരു ബ്രാസിൻ്റെ ബീഡ്സിനൊക്കെ ആണെങ്കിൽ ഒരു പാക്കറ്റിനകത്ത്, അതും കുഞ്ഞ് ബ്രാസിൻ്റെ ബീഡ്സ് ഒരു പാക്കറ്റിന് തന്നെ ഒരു പാക്കറ്റിനകത്ത് കുറച്ചധികം കാണുമായിരിക്കും. 300 സംതിങ് ആണ് ഉള്ളത്. പക്ഷെ നല്ല ബീഡ്സ് ആട്ടോ ബ്രാസിൻ്റേത്.
അത് ഞാൻ അഹമ്മദാബാദിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണത്. പിന്നെ ഞാനത് വാങ്ങിച്ചിട്ട്, കാരണം അവിടെ നിന്നൊക്കെ സാധനം വരാനും അതുപോലെ തന്നെ നമുക്ക് ബൾക്കായിട്ട് ഐറ്റംസ് എടുക്കാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഐറ്റംസ് ഒക്കെ എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ജസ്റ്റ് ട്രയൽ ഒരു 500 രൂപയുടെ സാധനം, ഇപ്പോൾ ഓരോ സ്റ്റോറിനും ഇപ്പം ഈ വെളിയിലുള്ള മുംബൈ അതുപോലെ തന്നെ അഹമ്മദാബാദ്, വാരണാസി അവിടെയൊക്കെ ആണെങ്കിൽ മിനിമം ഓർഡർ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ റീറ്റെയിൽ പ്രൈസ് മിനിമം ഓർഡർ ഉണ്ട് അവർക്ക്. മീൻസ് 500 രൂപയ്ക്ക് അവർ ഇങ്ങോട്ട് കേരളത്തിലോട്ട് അയക്കത്തുള്ളൂ. അല്ലെങ്കിൽ അല്ല, ഒറ്റ സാധനങ്ങളൊന്നും അവർ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും അവരിങ്ങോട്ട് അയക്കത്തില്ല. 500 രൂപയ്ക്ക്, പിന്നെ അതുപോലെ തന്നെ 1000 രൂപ, അങ്ങനെ മിനിമം ഓർഡർ വെച്ചിട്ടാണ് അവർ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ മിനിമം ഓർഡറിന് നമ്മൾ പൈസ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അയച്ചോ 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 അയച്ചോ, എന്നാലേ അവർ സാധനം ഇങ്ങോട്ട് അയക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് 1-2 തവണ പൈസയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റുന്നവർ മാത്രം ഇതിനകത്ത് ഇറങ്ങിയാൽ മതിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാകും മുംബൈയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വിലക്കുറവ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലായിടത്തും ഫിക്സ്ഡ് റേറ്റ് ആണ്. ഇവിടത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു 1-2 രൂപ വ്യത്യാസം കാണുമായിരിക്കും. ഹോൾസെയിൽ എടുക്കുവാണെങ്കിലും റീറ്റെയിൽ എടുക്കുവാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ക്വാളിറ്റി നമുക്ക് ഓൺലൈൻ ആകുമ്പോൾ ഞാനാണെങ്കിൽ ഈ ഇടയ്ക്ക് കുറച്ച് ലോക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 10-12 ലോക്കറ്റ് ഒരുമിച്ച്. അത് നമുക്കൊരു കസ്റ്റമൈസ്ഡ് വർക്ക് വന്നതാണ്, ഒരുമിച്ച് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ വന്ന 2-3 ലോക്കറ്റ് ഫുള്ള് തുരുമ്പെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്, തുരുമ്പ് മീൻസ് ക്ലാവ് പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ നമുക്ക് പൈസ പോലും തിരിച്ചു തരത്തില്ല. പിന്നെ നമുക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. ഒന്നാമത് എനിക്ക് ഇംഗ്ലീഷും ഹിന്ദി കുറച്ച് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എനിക്ക് ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും അത് രണ്ടും ഫ്ലുവൻ്റായിട്ട് അറിയാം. ഹിന്ദി ആണെങ്കിൽ എനിക്ക് ഹിന്ദിയും കുറച്ചുകൂടെ പഠിക്കണം കേട്ടോ. ഹിന്ദി കുറച്ച് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. നമ്മൾ ഈ സിനിമയും സീരിയലും കാണുന്നതിൻ്റെ ആ ഒരു ഐഡിയയിലാണ് ഹിന്ദിയൊക്കെ നമ്മൾ ഒപ്പിക്കുന്നത്. അപ്പം അവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല, മലയാളം അറിയത്തില്ല, ഹിന്ദിയിൽ സംസാരിക്കാമോ എന്ന് അവർ പറയുന്നത്. അപ്പം എനിക്ക് അവരുടെ ഹിന്ദി കേൾക്കുമ്പോൾ തന്നെ പേടി വരും. കാരണം നമ്മൾ ഈ ചീത്ത വിളിക്കുന്ന പോലാണ് അവർ ഹിന്ദി പറയുന്നത്. സത്യം പറഞ്ഞാൽ അവർ ചീത്ത വിളിക്കുന്നതല്ല കേട്ടോ, അവരുടെ ആ ഒരു ടോണിൽ അവരങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ ആണെങ്കിലും പക്ഷെ തമിഴ്നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല കേട്ടോ, അവരുടെ സെയിൽ നടക്കണ്ടേ. പക്ഷേ അതാണ് ഈ വെളിയിൽ നിന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മോട്ടിയിൽ നിന്നൊക്കെ ഞാൻ കൂടുതലും സാധനങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം വില കൂടുതലാണെന്ന് പറഞ്ഞാൽ പോലും, ഞാൻ സപ്പോർട്ട് ചെയ്യല്ല, വില കൂടുതലാണെന്ന് പറഞ്ഞാൽ പോലും ക്വാളിറ്റിയുള്ള ഐറ്റംസ് കിട്ടുമല്ലോ. ഇപ്പോൾ ഒട്ടും നിവർത്തിയില്ലാതെ വരുമ്പോഴാണ് ഞാൻ വെളിയിലോട്ടൊക്കെ പോകുന്നത്. ഞാനാണെങ്കിൽ അന്ന് മുംബൈയിൽ പോയ സമയത്തൊക്കെ ആണെങ്കിലും പിന്നെ വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നതൊക്കെ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ അന്ന് പോയ സ്ട്രീറ്റിലൊക്കെ ആണെങ്കിൽ ലോക്കറ്റ്സിനൊക്കെ ആണെങ്കിൽ ഗ്രാമിനനുസരിച്ച്, മീൻസ് വെയിറ്റ് അനുസരിച്ചാണ് റേറ്റ് വന്നത്. അപ്പോൾ ഇവിടുത്തെ വാങ്ങിക്കുന്നതിൻ്റെ ഒരു 1-2 രൂപ അത്ര മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അല്ല, ഒന്നും ഒരു പ്രൈസ് റേഞ്ചിനും വ്യത്യാസമില്ല. പിന്നെ അവർ ഇങ്ങോട്ട് അയക്കണമെങ്കിൽ അവർക്ക് 1000-2000 അത്രയും മിനിമം ഓർഡർ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പണിയാണ്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം അവർക്ക് നമ്മളെപ്പോലുള്ള വലിയ ഓർഡേഴ്സ് മാത്രമേ അവരെടുക്കത്തുള്ളൂ. കുഞ്ഞു ഓർഡേഴ്സൊന്നും അവരങ്ങനെ അങ്ങനത്തെ മെസ്സേജ് പോലും ഒരു നോക്കാറ് പോലും ഇല്ലെന്നുള്ളതാണ് അത് വേറൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ചെയിനിൽ ചെയ്തൊരു വർക്കാണ്. ഇതൊക്കെ എനിക്ക് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഒരു മൂഡ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഞാൻ കസ്റ്റമേഴ്സിനോടാണെങ്കിലും എൻ്റെ ഒരു മാക്സിമം ഞാൻ എൻ്റെ ഒരു ക്ഷമയിലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ മെറ്റീരിയൽ ചോദിച്ചു വരുമ്പോഴും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ മെറ്റീരിയൽ വാങ്ങിക്കുന്നത്, സ്വന്തം റിസ്കിൽ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. അപ്പം അതാകുമ്പോഴത്തേക്കും ആർക്കും ഒരു പ്രശ്നം വരത്തില്ല. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും വെളിയിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ചിട്ട് അഴുക്ക് സാധനങ്ങളും അതുപോലെ തന്നെ അതിലൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേറെ ആരോടും പറയാൻ പറ്റത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് പോയി എടുത്തൊരു ബിസിനസ്സായിട്ട് നടത്തുന്നവർക്ക്, മീൻസ് മെയിൻ ഒരു ബിസിനസ്സായിട്ട് നടത്തുന്നവർക്കാണെങ്കിൽ കഷ്ടപ്പെട്ട് പോയി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഡിസൈൻസ് ഒക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരാളിട്ട സെയിം ഡിസൈൻ തന്നെ ചെയ്യാതെ നമ്മൾ അത് ഞാൻ ഒരാളെ തകർക്കാൻ വേണ്ടി പറയുന്നില്ല, ഒരാളിട്ട സെയിം ഡിസൈൻ തന്നെ അതിന് മൂവ്മെൻ്റ് ഉണ്ട്, അതെടുത്താൽ പോകുമെന്ന് ഓർത്ത്
ചെയ്യാതെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഗൂഗിളിലൊക്കെ തപ്പി നിങ്ങൾ കണ്ടുപിടിക്കുക. ഗൂഗിളിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ ജ്വല്ലറീസ് പല ടൈപ്പ് പല വെറൈറ്റി ലോക്സ്ഡൈസ്ഡ് ആണെങ്കിലും ബീഡ്സ് ആണെങ്കിലും അതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസിൻ്റെ ബേസിക് ഒക്കെ ആണെങ്കിൽ ഈ വെളിയിലുള്ള യൂട്യൂബ് ചാനലിനകത്തുണ്ട്. അതൊക്കെ നമ്മൾ തപ്പി ഒന്നും നമുക്ക് ഇങ്ങോട്ട് വന്ന് ആരും ഒന്നും കൊണ്ടുതരത്തില്ല. എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ആ ഒരു പാഷനേറ്റ് ആയിട്ട് ഇറങ്ങിത്തിരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ബിസിനസ്സായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ അതിൽ നഷ്ടവും കഷ്ടവും ഒക്കെ വരും. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നിടത്തും പറ്റുന്നവർ മാത്രം പോയാൽ മതിയെന്നേ ഉള്ളൂ. എല്ലാവരും ചാടി പിടിച്ച് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ നിൽക്കളി ഇല്ലാത്തത് വേറൊരു ഓപ്ഷനും എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ജോലിക്ക് പോകാനും പറ്റത്തില്ല, പഠിക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല. ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ എന്നുള്ളൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇതിൽ ഇറങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു കഷ്ടവും നഷ്ടവും ഒക്കെ ഞാൻ അതൊക്കെ സഹിച്ചാട്ട് മുന്നോട്ട് പോകുന്നതും. ചില കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളോട് ഭയങ്കര ഇതായിട്ട് പറയും, മെറ്റീരിയൽ കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ്. പക്ഷേ ഭൂരിഭാഗം കസ്റ്റമേഴ്സും നമ്മുടെ ആ ഒരു ഹാർഡ് വർക്ക് മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ, ഇത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ബ്ലാ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. ബൈ.